ശ്രീ കെ പി നൗഷാദ് അലി, ഈ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നത് ഉപജാപക വൃന്ദങ്ങളും സ്തുതിപാഠകരുമാണ് എന്നാണ് അനിൽ ആന്റണി എന്ന് പറഞ്ഞത്. നമ്മളൊക്കെ കരുതിയത് കോൺഗ്രസ്സിലെ തന്നെ രണ്ടാമനെന്ന് കരുതപ്പെട്ട എ കെ ആന്റണിയൊക്കെയാണ് ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എന്നാണ്. ഇവിടെ പറയാമോ? യെസ്, പറയൂ. ഹലോ, പറയൂ. ഇവിടെ അനിൽ ആന്റണിയുടെ സമീപനത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അദ്ദേഹം കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ എന്തോ തീരുമാനിച്ചുറപ്പിച്ചിരുന്നു എന്നാണ്. കാരണം അദ്ദേഹം ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ ചുമതല വഹിക്കുന്ന ആളായിരുന്നിട്ടും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയെക്കുറിച്ച് ഒരു വരി പോലും സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിക്കാനോ അതിലെവിടെയെങ്കിലും പങ്കാളിയാവാനൊന്നും അദ്ദേഹം ശ്രമിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹം ഒരു അനുകൂല സാഹചര്യം, തൻ്റെ ഒരു പുതിയ വഴിമാറ്റത്തെ അടയാളപ്പെടുത്താനുള്ളൊരു അനുകൂല സാഹചര്യം കാത്തു നിൽക്കുകയായിരുന്നു എന്നും, അപ്പോൾ ഈ BBC ഡോക്യുമെന്ററിയുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവാദങ്ങളൊക്കെ ഉയർന്നു അത് അദ്ദേഹം അനിൽ ആന്റണി കുറച്ചുനാളായി മാറി നിൽക്കുകയായിരുന്നു, എന്തോ തീരുമാനിച്ചുറപ്പിച്ചു നിൽക്കുകയായിരുന്നു എന്ന് അങ്ങ് പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ നിങ്ങളെപ്പോലെ കോൺഗ്രസുകാർ കിട്ടിയ അവസരം ഇപ്പോൾ മുതലാക്കിയെന്ന് തിരിച്ചു പറഞ്ഞാലോ? അല്ല, ഇതിനകത്ത് എന്താണെന്നറിയോ, ഈ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലായ ഒരു സംഗതിയാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത്. ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും അസംതൃപ്തരുണ്ട്, നിരാശരുണ്ട്, ഭഗ്നാശമായ മനസ്സുമായി സഞ്ചരിക്കുന്നവരുണ്ട്. അത് പല രീതിയിലുള്ള കാര്യങ്ങളായിരിക്കാം അവരെയൊക്കെ നിരാശപ്പെടുത്തുന്നത്. എന്നാൽ അധികാരമുള്ള ശക്തമായി നിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ അത്തരം നിരാശകൾക്കും അത്തരം അവനവൻ്റെ വിലാപങ്ങൾക്കൊന്നും വലിയൊരു പ്രസക്തി ഉണ്ടാവുകയില്ല. സ്വാഭാവികമായിട്ട് ദുർബലപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നിരാശകളൊക്കെ മുഴച്ചു നിൽക്കും, പലരും അത് പ്രകടിപ്പിക്കും. അത്തരത്തിലുള്ളൊരു സാഹചര്യമാണ് ഇന്ന് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. അനിൽ ആന്റണിയെപ്പോലുള്ള ഒരാളും അതിൽ കക്ഷി ചേർന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നിങ്ങളിതിൻ്റെ മറ്റൊരു വശമാണ് എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. കാരണം നിങ്ങൾ ഈ ഉത്തരേന്ത്യൻ രാഷ്ട്രീയമൊക്കെ നോക്കിയാൽ ഒരു തവണ MLA ആയവരുടെ മക്കൾ പോലും കോടിക്കണക്കിന് രൂപയുടെ സമാന്തര സാമ്രാജ്യമുള്ള വലിയ പൊളിറ്റിക്കൽ പ്രിവിലേജുള്ള കുബേര പ്രഭുകുമാരന്മാരായിട്ട് വിരാജിക്കുമ്പോൾ 36ാമത്തെ വയസ്സിൽ കേരള മുഖ്യമന്ത്രിയായ ഇന്ന് വരെ ആരും തകർക്കാത്ത, നാളെയും അതിനിടയില്ലാത്ത വിധം അധികാരത്തിൻ്റെ റെക്കോർഡുകളുള്ള ഒരു എ കെ ആന്റണിയുടെ മകൻ, അദ്ദേഹമാണ് പാർട്ടിക്കകത്ത് തനിക്കൊന്നും ലഭിച്ചില്ല, വ്യക്തിപരമായും തനിക്കൊന്നും ആവാൻ കഴിഞ്ഞില്ല എന്ന് വിലപിച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നത്. ഇതിലൂടെ കോൺഗ്രസിനകത്ത് ഇന്നും ആദർശ ഗോപുരമായ അടിസ്ഥാനപരമായ പ്രത്യയശാസ്ത്രത്തോട് വലിയ പ്രതിബദ്ധതയുള്ള സത്യസന്ധരായ വലിയ മനുഷ്യരുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണത്. സ്വന്തം മകനെ വഴിവിട്ട് ഒരു ചില്ലി പോലും ചെയ്തു കൊടുക്കാൻ എ കെ ആന്റണി തയ്യാറാകാത്തത് കൊണ്ടുകൂടിയാകാം അനിൽ ആന്റണി ഇത്തരത്തിൽ പുറത്തു പോയിട്ടുള്ളത്. അനിൽ ആന്റണി കണ്ട് പരിചയിച്ച പരിസരം മുഴുവൻ ഇത്തരത്തിലുള്ള പിതാക്കന്മാരുടെയൊക്കെ ആന്റണിയുടെയൊക്കെ 10-1 പോലും പരിവേഷമില്ലാത്ത നേതാക്കളുടെ മക്കളൊക്കെ വിരാജിക്കുന്ന മേഖലകൾ, അവർ വിഹരിക്കുന്ന ഇടപെടുന്ന സാഹചര്യങ്ങളൊക്കെ അനിൽ ആന്റണി ഡൽഹിയിലിരുന്ന് കാണുന്നുണ്ടാകാം. അതൊന്നും ആകാത്തതിൻ്റെയൊക്കെ വലിയ വ്യക്തിപരമായ വൈഷമ്യങ്ങൾ കൂടിയാവാം അദ്ദേഹത്തെ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് നയിച്ചത്. ഏതായാലും അദ്ദേഹത്തെ പോലെ വിവരവും വിദ്യാഭ്യാസവും ഉള്ളൊരു ചെറുപ്പക്കാരനെ പ്രത്യയശാസ്ത്രപരമായ ബോധ്യങ്ങളല്ല നയിക്കുന്നത്. അദ്ദേഹത്തെ ഒരു ഓപ്പർച്യൂണിസ്റ്റിൻ്റെ കേവലമായ പരിമിതിക്കുള്ളിൽ മാത്രമാണല്ലോ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എന്നുള്ളത് വളരെ വേദനാജനകമാണ് എന്ന് കൂട്ടിച്ചേർക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ അനിൽ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസിൽ അങ്ങനെ വലിയ പദവികൾ വഹിച്ച് വലിയ പാരമ്പര്യമുള്ള നേതാവല്ല. എ കെ ആന്റണിയുടെ മകൻ എന്ന ഒരു പ്രത്യേക പരിവേഷം കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഉൾപ്പെടെ ഈ വിഷയം ഇന്ന് ചർച്ചക്കെടുക്കുന്നത്. ആരെങ്കിലുമൊക്കെ കൗതുകത്തോടെ ഇതിനെ വീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത്തരത്തിലൊക്കെ ഇതിനെ സമീപിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു നഷ്ടവും സംഭവിക്കാനില്ല. അദ്ദേഹം കേരളത്തിൽ അങ്ങനെ വ്യാപകമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ആളല്ല. അദ്ദേഹം മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPC പ്രസിഡന്റായ കാലയളവിൽ ഒരു ചെറിയ സമയത്തേക്ക് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് സോഷ്യൽ മീഡിയയുടെ ചുമതല ഏറ്റെടുത്ത് മുന്നോട്ട് വരികയും അത്തരത്തിൽ സജീവമാകാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്ത ഒരാളാണ്. എന്നതിനപ്പുറത്ത് അദ്ദേഹത്തിന് ആഴത്തിലുള്ള വേരോട്ടമോ അല്ലെങ്കിൽ പ്രവർത്തകരുമായിട്ടുള്ളൊരു സമ്പർക്കമോ അങ്ങനെ ഒരു ജനകീയ സ്വീകാര്യതയോ ഒന്നും അദ്ദേഹത്തിനില്ല.
എന്നാൽ പോലും AK ആന്റണി എന്ന ജീവിക്കുന്ന ഇതിഹാസ സമാനനായ ഒരു നേതാവ്, എല്ലാ രാഷ്ട്രീയത്തിലുള്ളവരും അംഗീകരിക്കുന്ന ഒരു ടവറിംഗ് പേഴ്സണാലിറ്റിയുടെ മകൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെയും പ്രസക്തി. അതുതന്നെയാണ് നമ്മുടെ ഈ ചർച്ചയൊക്കെ ഇത്തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഏതായാലും ഈ വിഷമഘട്ടത്തിലും AK ആന്റണിയുടെ ശിരസ് ഉയർന്നു തന്നെ നിൽക്കും. അദ്ദേഹത്തിൻ്റെ ആ വലിപ്പം, അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥത, അദ്ദേഹത്തിൻ്റെ ആദർശാത്മകമായ രാഷ്ട്രീയം, അതിനോടുള്ള പ്രതിബദ്ധത, വ്യതിചലിക്കാത്ത, അണുകിട തെറ്റിക്കാത്ത തൻ്റെ ശീലങ്ങൾ, ഇതൊക്കെ വലിയ തോതിൽ വീണ്ടും ചർച്ചയാക്കാൻ ഈ വിഷയം മറ്റൊരു തരത്തിൽ ഉപകരിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ശരി, ഒരുപക്ഷെ KP നൗഷാദ് അലി പറഞ്ഞു നിർത്തുന്നതിൽ ഒരു ശരിയുണ്ട്. കാരണം കോൺഗ്രസിൻ്റെ പല നേതാക്കളെയും വിളിക്കുമ്പോൾ AK ആന്റണി ഒരു വശത്ത് നിൽക്കുന്നത് കൊണ്ട് മാത്രം അനിൽ ആന്റണിക്കെതിരെ തുറന്നു പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞവരുണ്ട്.